സംസ്ഥാനത്ത് 4 ജില്ലകളിൽ NIA പരിശോധന. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് പരിശോധന. മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ വണ്ടൂരിലും അന്വേഷണമുണ്ട്. കോഴിക്കോട് എരഞ്ഞിമാവിലാണ് പരിശോധന നടക്കുന്നത്. തിരൂരങ്ങാടിയിൽ ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തു പിടികൂടിയതിലും മുക്കത്ത് എരഞ്ഞിമാവ് സ്വദേശിയിൽ നിന്നും സ്ഫോടക വസ്തു പിടികൂടിയതിലുമാണ് പരിശോധന. സോണൽ കൃഷ്ണയും ഷഹദ് റഹ്മാനും ചേരുന്നു. ആദ്യം സോണലിലേക്ക്. സോണൽ, എന്താണ് പെട്ടെന്ന് ഈ NIA പരിശോധനയിലേക്ക് കടക്കാനുള്ളത്? നേരത്തെ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ റെയ്ഡ്? തീർച്ചയായിട്ടും അരുൺകുമാർ, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഇത്തരത്തിൽ തിരൂരങ്ങാടിക്ക് അടുത്തുള്ള ചെമ്മാട് ഉള്ള ഒരു ഹോളോ ബ്രിഡ്സ് കമ്പനിയിൽ ഉള്ളിച്ചാക്കുകളിൽ അതായത് ഉള്ളിച്ചാക്കുകളിൽ കൊണ്ടുവരുന്ന ഉള്ളിയുടെ മറവിൽ അതിനടിയിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച് കടത്തി അത് കൊണ്ടുവന്ന സ്ഥലമായിരുന്നു ഈ ഗോഡൌൺ. അവിടെ നിന്ന് അത് പിടികൂടുന്ന, പോലീസിന് ലഭിച്ച വിവരത്തിനെ തുടർന്ന് അത് പിടികൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ സംഭവത്തിന്മേലാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് NIA ഇപ്പോൾ തിരൂരങ്ങാടിയിലും മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിലും അതോടൊപ്പം ആ ലോറി ഓണറുടെ വീടായിട്ടുള്ള വണ്ടൂരിലും അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ NIA പരിശോധന തുടരുന്നുണ്ട്. അന്ന് നമുക്കറിയാം വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളാണ് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 10,000-ഓളം വരുന്ന നോട്ട്സും 400 പെട്ടികളിലാക്കിയിട്ടുള്ള എക്സ്പ്ലോസീവ് സ്റ്റിക്സുമാണ് നമുക്ക് അന്ന് കണ്ടെത്താൻ വേണ്ടി, പോലീസിന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് പരിശോധന വ്യാപകമാക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അരുൺകുമാർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ രണ്ടിടങ്ങളിൽ, മലപ്പുറം ജില്ലയിൽ രണ്ടിടങ്ങളിൽ പരിശോധന നടക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് പോലീസിന് ലഭിച്ച കൃത്യമായ വിവരത്തെ തുടർന്ന് ഏകദേശം ഫെബ്രുവരി 6-ാം തീയതി രാത്രി ഈ ലോറി എത്തിയ സമയത്ത് പോലീസ് അവിടെ പതുങ്ങിയിരുന്ന് അവരെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെ, അതായത് വലിയ ലോറിയിൽ നിന്ന് ചെറിയ ലോറിയിലേക്ക് ഉള്ളിച്ചാക്കുകൾ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് വന്നത്. അന്ന് ആ ലോറി ഡ്രൈവർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സമരം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.